അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പതുക്കെ സോളിഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനൊരു ഇഡ്ഡലി കൊടുത്ത് അവൻ അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവൻ്റെ കഴുത്ത് നേരെ നിൽക്കില്ല, അവന് സംസാരിക്കാൻ പറ്റില്ല, ഇവന് കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല, ഇവന് എഴുന്നേറ്റ് നിൽക്കാനോ യൂറിനൊക്കെ അവൻ കിടക്കുന്നിടത്തു നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവനിങ്ങനെ പാരലൈസ്ഡ് ആയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ട്യൂസ്ഡേ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് റൂമിൽ കൊച്ചിൻ്റെ അടുത്തിരുന്ന് ആരുമില്ല, ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഫോണിൽ എന്തോ ഇങ്ങനെ കേൾക്കുന്നു. അപ്പം ഞാൻ ഒരു മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പം എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിലോ എൻ്റെ ഫോണിൽ ഒരു ഇതിലും കൃപാസനത്തിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ല. സാക്ഷ്യം ആ തലേദിവസം ഇരുന്ന് കേട്ട സാക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ധ്യാനത്തിൻ്റെ ഒന്നുമില്ല. അപ്പം ഏതോ ഒരു ചൊവ്വാഴ്ച ഇവിടെ നടന്ന ധ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ആ ധ്യാനം കൂടാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് രോഗസൗഖ്യ പ്രാർത്ഥനകളെല്ലാം കൂടി ആ ധ്യാനം എനിക്ക് പക്ഷേ പ്രസംഗം അത് രോഗസൗഖ്യ പ്രാർത്ഥന ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. അപ്പം ഞാനത് കട്ട് ചെയ്തു. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഇരുന്ന് കരഞ്ഞ് അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.